കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു വിഷയമാണ് സാർ ഈ സബ്മിഷനായി ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ. ഈ സഭയിൽ ഒരുപാട് യുവജന സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, വ്യത്യസ്ത യുവജന സംഘടനകൾ. എല്ലാവരും ഒന്നിച്ചു നിന്ന് നിലപാട് സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ് സാർ. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ സാർ. ഫുട്ബോൾ കേരളത്തിന്റെ ഒരു വികാരമാണ് സാർ. അടിപൊളി സാറിന്റെ പേച്ച് നല്ല പേച്ച്. അത് ഒരു കച്ചവട ചരക്കല്ല. മൈതാനങ്ങളിൽ നിന്നും പൊതു സ്ക്രീനുകളിലേക്ക് ലോകകപ്പ് കാലം കേരളത്തെ ഒന്നിപ്പിക്കുന്നു. അത് ജനങ്ങളുടെ ഒരു ഉത്സവമാണ് സാർ. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? ജനസംസാരം അങ്ങനെയാ. കേരളത്തിലെ ഈ ഫുട്ബോൾ ആവേശം ലോകം ശ്രദ്ധിച്ച കാര്യമാണ് സാർ. നേരത്തെ ഫിഫ വെബ്സൈറ്റിൽ ഉൾപ്പെടെ 2022 ലോകകപ്പ് കേരളം കൊണ്ടാടിയത് വലിയ നിലയിൽ അവതരിപ്പിക്കുകയുണ്ടായി. സാർ, വളരെ പ്രയാസപ്പെട്ടാണ് പലയിടങ്ങളിലും പൊതു സ്ക്രീൻ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനത്തിന്റെ ഭാഗമായി വെക്കുന്നത്. ഓരോരുത്തരും കയ്യിൽ നിന്നും ചെറിയ ചെറിയ തുകയൊക്കെ എടുത്തിട്ടാണ് സാർ പൊതു സ്ക്രീൻ വെക്കുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അത് കാണാൻ നിരവധി ആളുകൾ, പ്രായഭേദമില്ലാതെ എല്ലാവരും വരുന്ന, വ്യത്യാസമില്ലാതെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും സാർ. അതൊരു നാടിന്റെ ഒരു കൂട്ടായ്മയും കൂടിയാണ് സാർ. എന്താ മാമായി പറയുന്നത്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നാൽ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികളെയും പ്രാദേശിക ക്ലബ്ബുകളെയും സംഘടനകളെയും ആശങ്കയിലാഴ്ത്തുന്ന നീക്കമാണ് ലോകകപ്പ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക മീഡിയ അവകാശങ്ങൾ സ്വന്തമാക്കിയ സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെയും കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. കേരളത്തിലും മാഹിയിലും പൊതു സ്ക്രീനിനുള്ള ലൈസൻസിംഗ് അധികാരമുള്ള ഈഗിൾസ് FC കേരള എന്ന ഏജൻസിയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് സാർ. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ലാഭേച്ഛയോടെ അല്ലാതെ ജനകീയമായി ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലങ്ങളിൽ സ്ക്രീൻ ചെയ്യുന്നതിന് ലൈസൻസ് ഫീസ് ഈടാക്കുമെന്ന് കാണിച്ച് വിവിധ നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകൾക്കും കൂട്ടായ്മകൾക്കും ഇതിനകം അറിയിപ്പുകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് സാർ. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ഇത് സാധാരണക്കാരനെ പിഴിയുന്ന കോർപ്പറേറ്റ് യുക്തിയാണ് സാർ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിരവധി MLA-മാർക്കും ഈ വിഷയം അറിയുമെന്ന് ഞാൻ കരുതുകയാണ്. നിയമ നടപടികൾ ഉണ്ടാവുമെന്ന ഭയത്താൽ പൊതു സ്ക്രീനുകൾ ആരംഭിച്ച ആയിരക്കണക്കിനിടങ്ങളിൽ സംഘാടകർ കടുത്ത ആശങ്കയിലാണ്. നിരവധി നിവേദനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്, പലർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ് സാർ. ഈ സാഹചര്യത്തിൽ പൂർണ്ണമായ ഫീസ് ഒഴിവാക്കാൻ ലൈസൻസിംഗ് ഏജൻസികളുമായും കേന്ദ്ര സർക്കാരുമായും അടിയന്തര ചർച്ച നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടതുണ്ടെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. എത്രയും പെട്ടെന്ന് പബ്ലിക് സ്ക്രീനിങ്ങിനുള്ള സംവിധാനം അത് ചെയ്യാം. അവർക്ക് ഫിഫയുടെ ഒരു അനുവാദം കൂടി കിട്ടേണ്ടതിന്റെ ഒരു തടസ്സമുണ്ട്. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? ആ ഫിഫയുടെ അനുവാദം കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് അക്കാര്യത്തിലുള്ളത്. അതിനാവശ്യമായ നടപടികൾ സ്പോർട്സ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇതാ അമ്പലത്തരം. എനിക്ക് സന്തോഷം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.